ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് കൈപ്പക്ക കൊണ്ട് അടിപൊളി മസാല ഫ്രൈ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറുണ്ണാൻ ഇതിൻ്റെ കൂടെ യാതൊരു കറിയുടെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ എല്ലാവരും ചേർക്കുന്ന ചേരുവ തന്നെയാണ് ചേർക്കുന്നത്, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൈപ്പക്ക 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഈ കൈപ്പക്കയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈപ്പക്ക ആയതുകൊണ്ട് തന്നെ ഉപ്പ് അല്പം കൂടുതൽ ആവശ്യമാണ്. നിങ്ങൾ 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ആവശ്യമാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈ കൈപ്പക്കയിലുണ്ടല്ലോ നല്ല പോലെ മുളകെല്ലാം പിടിച്ച് കിട്ടും. പിന്നെ കൈപ്പക്ക അരിഞ്ഞെടുക്കുന്ന സമയമുണ്ടല്ലോ, അല്പം കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള പാത്രം ഏതായാലും കുഴപ്പമില്ല. കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 8 അല്ലി വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ അതും 3 പച്ചമുളക് ചെറുതാണ് ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിഞ്ഞാൽ നേരത്തെ മുളക് തേച്ച് വച്ചിരിക്കുന്ന കൈപ്പക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയം കൈപ്പക്ക നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കയ്പ്പ് പാടെ മാറുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വഴറ്റിയെടുത്തത്. 3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവില്ല. അതുകൊണ്ട് കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത് ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി തീ ചെറുതാക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് വലിയ സൈസിലുള്ള 2 സവാള ഉണ്ടല്ലോ വളരെ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ തീ കൂട്ടി കൊടുക്കുക. അതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഈ തക്കാളിയും അതേപോലെ തന്നെ സവാളയും ഈ കൈപ്പക്കയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം, നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി വീണ്ടും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലാണ് ഇനി വേവിച്ചെടുക്കേണ്ടത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിമിലുണ്ടല്ലോ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ കുറച്ച് മൊരിഞ്ഞ് കിട്ടാനും കൂടിയുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നല്ല പോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ ഇങ്ങനെ കുടഞ്ഞു കൊടുത്താലുണ്ടല്ലോ പൊടിഞ്ഞു പോകാണ്ട് നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും. മസാല എല്ലാം പിടിച്ച് അടിപൊളി ടേസ്റ്റിലിവിടെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കൈപ്പക്ക ഫ്രൈ മസാലയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ഇത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ കൈപ്പക്ക പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈപ്പക്ക ഉടഞ്ഞു പോയാലുണ്ടല്ലോ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതേപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇങ്ങനെയാണോ കൈപ്പക്ക കറി വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതല്ല നിങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്നത് അതും ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഗൈസ്, മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ മഴക്കാലത്തൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്.
ഇനി മഴക്കാലത്ത് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അറിയാത്ത റെസിപ്പി ഉണ്ടാവുമല്ലോ, അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് അറിയിക്കുക. വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.